അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു, നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടത്തേക്ക് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വഴി ഞങ്ങൾക്ക് എങ്ങനെയായിരിക്കും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. കർത്താവിന്റെ സുവിശേഷം. സ്നേഹമുള്ളവരെ, ഇതിന് മുൻപ് നമ്മുടെ മക്കൾ സാക്ഷ്യം ചൊല്ലാറുണ്ട്. ഇന്ന് എല്ലാത്തിനും സാക്ഷ്യം ചൊല്ലാൻ പോകുന്നു. എല്ലാത്തിനും ചൊല്ലാൻ പോകുന്ന സാക്ഷ്യം നിങ്ങൾ സാക്ഷ്യം ചൊല്ലിയതുപോലല്ല. ഇത് സറ്റ് വ്യത്യാസമായിരിക്കും. എന്റെ മക്കൾക്ക് കിട്ടേണ്ട കൃപ കിട്ടിയതിനു വേണ്ടി നന്ദി അർപ്പിക്കുന്ന ഒരു സാക്ഷ്യമാണ്. പക്ഷേ കൃപ കിട്ടി, പക്ഷേ നമ്മളൊരു നമുക്ക് കിട്ടേണ്ട വ്യക്തി കിട്ടില്ലാതെ പോയി കിട്ടും. വിശുദ്ധമാകും ഹോളി വീക്ക് തലേ ആഴ്ച എൻ്റെ അനിയൻ, എൻ്റെ ബ്രദറുണ്ടാവും. He was very serious. He was in the ventilation. എൻ്റെ സ്വന്തം സഹോദരി ഒരു സഹോദരി ഉള്ളൂ. ആ സഹോദരി കരഞ്ഞുകൊണ്ട് എന്നെ ഫോൺ വിളിച്ചു. എൻ്റെ മാമ വിളിക്കുന്നു, ഡോക്ടേഴ്സ് പറയുന്നു അരിയിക്കേണ്ട അടുത്ത് അരിയിക്കും, ഇന്ന് ഒരു ദിവസം മരിച്ചു പോകും, കാണുന്ന ആൾക്കാർ ഒന്ന് കണ്ടേക്ക്, അത് നല്ല ഓടിവാം, കണ്ടി ഓടിവാം എന്ന് എൻ്റെ അടുത്ത് കരഞ്ഞു. അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ വെള്ളിയാഴ്ചക്കൂടെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, വെള്ളിയാഴ്ച ഹോളി വീക്ക് എൻ്റെ മക്കൾക്ക് ഞാൻ കുർബാന ചൊല്ലുന്നു. ദുഃഖ വെള്ളിയാഴ്ച, പെസഹ വെള്ളിയാഴ്ച, വലിയ ശനി, പിന്നെ ഈസ്റ്റർ കുർബാന ഇതെല്ലാം ചൊല്ലുന്നു. എൻ്റെ അലിയൻ ശനിയാഴ്ച നൈറ്റ് മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. ശനിയാഴ്ച പാതിരാ കുർബാന ചൊല്ലിട്ട് ഞാൻ എൻ്റെ അലിയൻ്റെ മറന്ന അടക്കത്തിൻ്റെ കുർബാനയിലും പങ്കെടുക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ ഈശോ എന്ന് പ്രാർത്ഥിച്ച് വെള്ളിയാഴ്ച കൃഷ്ണന്റെ വഴിയിൽ ഞാൻ ചെപ്പൽ കൂടെ ഇല്ലാതെ കൃഷ്ണന്റെ വഴിയിൽ ഒவ்வொரு കൃഷ്ണന്റെ സ്ഥലം പോകുമ്പോൾ ഈശോയെ ഇപ്പം മരിക്കാൻ പാടില്ല, മരിക്കും നീ കാണിക്കുന്നു, ആ വെളിപ്പെടുത്തുന്നു. പക്ഷേ എനിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഈസ്റ്റർ കുർബാന ഇവിടെ ചൊല്ലണം, വിശുദ്ധവാദം അതിനായി ഇവിടെ ഇരിക്കണം. എൻ്റെ മക്കൾക്ക് കിട്ടേണ്ട കൃപ കിട്ടണം, അത് എൻ്റെ അനിയനക്ക് കിട്ടേണ്ട കുർബാന മരണ കുർബാന കിട്ടണം, എനിക്ക് രണ്ടും കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ വെള്ളിയാഴ്ച ഈ കുരിശ് തൂക്കി ചെപ്പലിൽ അതിനെ കുറിച്ച് ഈശോ അത് എനിക്ക് സാധിച്ചു നൽകി. അതിന് കഴിഞ്ഞ ശേഷം നമ്മൾ നിയാറ്റിക്കര രൂപത്തില്ല BFF അത് തോന്നുന്നു. പിന്നെ പൂച്ചത് കൂടെ കുറച്ച് മക്കൾ, ഇവിടെ കുറച്ച് മക്കൾ അച്ഛൻ പോകുന്നില്ലേ അനിയനെ കാണാൻ പോകുന്നില്ലേ എന്ന് എന്നെ ചോദിച്ചിട്ടുണ്ട്. മക്കൾ വളർത്തുന്ന മക്കൾ, അച്ഛൻ ഇതൊന്നും നോക്കണ്ട, ടീച്ചേഴ്സ് BBS നടത്തും, നീ പോയേക്ക് എന്ന് അവിടുത്തെ ഉള്ള ആൾക്കാരും ഇവിടുത്തെ ഉള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞ് BBS കഴിഞ്ഞിട്ട് പോവാം. വീണ്ടും ഞാൻ വെള്ളിയാഴ്ച കരഞ്ഞ് പ്രാർത്ഥിച്ച്, ചില ആൾക്കാർക്ക് തരും കരഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ അലിയൻ സുസേരാജ് ഇപ്പം ഭരിക്കണം. ഒരാഴ്ച കൂടെ എനിക്ക് പഴയ നിയമത്തില് 40 പേരുണ്ടെങ്കിൽ നീ ഈ നഗരത്തെ നീ അടിക്കോ? ഇല്ല, 30, 20 അതേപോലെ ഞാൻ യാചിക്കുന്നുണ്ട് എൻ്റെ തമ്പുരാനെ. ഒരാഴ്ച അവൻ ജീവനോട് നിൽക്കട്ടെ, ഞാൻ പോയി അടക്ക കുർബാനയില്
രണ്ട് മച്ചാമുണ്ട്. ആ രണ്ട് മച്ചാവും അതൊക്കെ കുർബാന പങ്കെടുക്കണം. എനിക്ക് ഈ പിച്ചത്താൽ എന്ന് ഈശോയുടെ ആ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചു. BF കഴിഞ്ഞ് കുർബാന ചൂണ്ടി പെട്ടെന്ന് വണ്ടി എടുത്ത് നേരെ എൻ്റെ വണ്ടിയിൽ വെന്റിലേഷൻ മീനാക്ഷി ഹോസ്പിറ്റൽ വെന്റിലേഷനിലേക്ക് കയറി വെന്റിലേഷൻ വന്നു. അപ്പോൾ അകത്ത് കയറുമ്പോൾ എൻ്റെ ചേച്ചി എന്നെ ഓടി ഒന്ന് കെട്ടി വിളിച്ച് കാണുന്നു. വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. പിന്നെ കണ്ണുള്ള പ്രാർത്ഥിച്ചിട്ട് പിന്നെ അകത്ത് കയറിയപ്പോൾ എൻ്റെ അലിയൻ കയ്യെ പൊക്കി ഇങ്ങനെ വിളിച്ചു. ഞാൻ പോയി എന്നെ കണ്ട് കരഞ്ഞു. എനിക്കാണ് കരച്ചിൽ പറഞ്ഞത്. ഒരേ ഒരു വട്ടം കരഞ്ഞു. ഞാൻ ഇപ്പോൾ കരഞ്ഞു പറയാം. അപ്പോൾ കരഞ്ഞിട്ടില്ല. കരഞ്ഞു ചേച്ചി നോക്കണേ ഓക്കെ മാമ ഓക്കെ അറിയാം. എൻ്റെ ആൺപിള്ളേരോട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ആൺപിള്ളേർ നോക്കണേ ഓക്കെ മാമ മാമാണ് അലിയൻ. ഞാൻ കയ്യിൽ താഴെ ഇട്ടതും ഞാൻ എൻ്റെ കുറിച്ച് എടുത്ത് ഈ കയ്യിൽ ഇങ്ങനെ വെച്ചു. നമ്മൾ ഈ ഓടിയില്ലേ ഇതെല്ലാം പച്ച കളറ് ഗ്രീൻ കളർ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കീന്ന് സൗണ്ട് കേട്ടു. മഞ്ഞൾ യെല്ലോ 3 യെല്ലോ കൈ ഇങ്ങനെ ആ വെന്റിലേഷനിലെ ഡോക്ടേഴ്സ് നഴ്സ് എല്ലാം ഓടി വന്നു. ഇതിങ്ങനെ വച്ചതിനെ എൻ്റെ ചേച്ചി അവിടെ തന്നെ വിഴുത് എല്ലാവരും ഊപ്പാട് വെച്ച് കരഞ്ഞ് എല്ലാവരും വിളിച്ച്. ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ചേച്ചി, എൻ്റെ അലിയൻ. ഒരുപാട് കടം മേടിച്ച് ജീവനെ എങ്ങനെ അത് രക്ഷപ്പെടുത്താൻ എന്നുള്ള ഒരു ഉദ്വേഗം, ഒരു വാശി. കടം പിടിച്ച് ഇന്നും ഒരു ദിവസം വെന്റിലേഷൻ വെച്ച് പേരിക്കണം. എത്ര ദിവസം വെന്റിലേഷൻ? ഒരു ദിവസത്തിന് 40 ദിവസം. 26 days in the ventilation. 26 days after 40 ദിവസം ഇങ്ങനെ കടം പിടിച്ച് പെട്ടെന്ന് നടന്ന് കരയുക. പിന്നെ ഡോക്ടേഴ്സ് വന്നിട്ട് എനിക്കൊന്ന് പുറത്തൊക്കെ അടിച്ച് എല്ലാവർക്കും സന്തോഷം. എനിക്കറിയാൻ മരിക്കാൻ പോകുന്നു. കാക്ക് എൻ്റെ ചേച്ചി മക്കൾക്കും ഭയങ്കര സന്തോഷം. പോയി ശ്വാസം വീണ്ടും തിരിച്ചു വന്നല്ലോ. എൻ്റെ ചേച്ചി വീണ്ടും എനിക്ക് സന്തോഷത്തോടെ നോക്കുക. ഡോക്ടർ പോയി കൈ പിടിച്ച് കരയുക, മക്കൾ പോയി കൈ പിടിച്ച് കരയുക. എൻ്റെ ചേച്ചിക്ക് എങ്ങനെ ആശ്വാസം കൊടുക്കുന്നതിനെ കഴിയുക എൻ്റെ സ്വന്തം ചേച്ചി പോയിട്ട് വീണ്ടും കണ്ണു തുറന്നിങ്ങനെ കറങ്ങി വരുന്നു. താഴെ വന്നു. ഡോക്ടർ ഇത് പോകത്തില്ലല്ലോ, സീരിയസ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇത്ര ദിവസം ഇങ്ങനെ എങ്ങനെ ഈ ഹോസ്പിറ്റലിൽ മുമ്പിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്നും മരിക്കേണ്ടത് ഇന്നും ഇങ്ങനെ കിടക്കുന്നുണ്ട്. 3 ദിവസം മരിക്കുന്നുണ്ട്. അവിടെ ഉണ്ണീശോ തീർത്ഥാടന കേന്ദ്രമുണ്ട്. 3 ദിവസം ചേച്ചി ആശ്വസിപ്പിക്കുക. നീ ഒരുപാട് കടം മേടിച്ച് നന്നായിട്ട് നോക്കി ഒരു കുറവ് വെച്ചിട്ടില്ല. നീ തോന്നി മക്കളെ ആശ്വസിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? ഈ മരണത്തെ നേരിടാൻ വേണ്ടി. ഇവിടെ ഭയങ്കര ഇതായിരുന്നു. അത്ര സ്നേഹമുള്ളത്. ഞാൻ ആശ്വസിച്ചുകൊണ്ടിരിക്കുക. 3ാമത്തെ ദിവസം എല്ലാവരെയും പറഞ്ഞ് ചേച്ചി എൻ്റെ സ്വന്തങ്ങൾ എല്ലാവരെയും വരുത്തി അന്ന് മരിക്കാൻ പോകും. അതുകൊണ്ട് 2 കോളെല്ലാം തഞ്ചാവൂർ ഹോസ്പിറ്റലിൽ കൊണ്ട് എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുക. ചേച്ചിക്ക് നന്നായിട്ട് സംസാരിച്ചെന്ന് ചിന്തിച്ച് ഇങ്ങനെ തിരിച്ചു വരുമെന്ന് ചിന്തിച്ചു. ഞാൻ എല്ലാവരെയും ഉണ്ണീശോ തീർത്ഥാടനം പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 3 മണിക്ക് ഇങ്ങനെ വെന്റിലേഷനിൽ നീണ്ടിരിക്കുന്ന കാല്, നീണ്ടിരിക്കുന്ന കൈ മരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അതുപോലെ ഇങ്ങനെ ചുരുങ്ങി വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഡോക്ടർ പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ ഇങ്ങനെ ജീവൻ പോയിക്കൊണ്ടേയിരിക്കുക. സൂസറാസ് വെനിസിറ്റേഴ്സ് കാണേണ്ടവരെ ഓടി കാണും എന്ന് വിസിറ്റേഴ്സ് എല്ലാം ഓടി ഭയങ്കര കരച്ചിൽ, അപ്പവും കരച്ചിൽ. അവിടെ തന്നെ എൻ്റെ അനിയൻ്റെ മോഹൻ വാമിറ്റ് വരുമ്പോൾ ഷോക്ക് പല രീതിയിലുണ്ടാവും. ചില ആൾക്കാർ വാമിറ്റ് വരും, ചില ആൾക്കാർ മൂത്രമൊഴിക്കും, ചില ആൾക്കാർ മണം പോകും, ചില ആൾക്കാർ അറ്റാക്ക് വരും, ചില ആൾക്കാർ ബ്ലഡ് വരും, ചില ആൾക്കാർ മൂക്കിലെ ബ്ലഡ് വരും, ചില ആൾക്കാർ കാലിലെ ബ്ലഡ് വരും. ഷോക്ക് അത് ഏത് രീതിക്ക് ഏത് പേഴ്സണിക്ക് എങ്ങനെ വരും അറിയില്ല. അന്ന് എൻ്റെ അനിയൻ്റെ മക്കൾ 2 പേർക്കും വാമിറ്റ് വരും. അതുകൊണ്ട് എല്ലാവരെയും കൊണ്ടുപോയി. അപ്പം എനിക്ക് കരച്ചിൽ വന്നിട്ട് എല്ലാവരും താഴെ നിർത്തിയിട്ട് അവിടെ ഒരു MLA എനിക്ക് പരിചയമുണ്ട്. ഹാഫ് ആൻ അവർ എനിക്ക് ബോഡി വേണം.
അതൊക്കെ ഇങ്ങനെ കീക്കിന് സൗണ്ട് പോകുമ്പോൾ തന്നെ ഡാക്ടർ പറഞ്ഞു, ഡാക്ടർ ഓഫ് ചെയ്യുന്നത്. അപ്പോഴും എൻ്റെ ചേച്ചി ഓടി ഓഫ് ചെയ്യാൻ വേണ്ട, എങ്ങനെ പറഞ്ഞ കാര്യമില്ല. പക്ഷെ അവൾക്ക് അത്ര വിശ്വാസം ഇതാണ്, അത്ര ഓഫ് ചെയ്യണ്ട. അവരുടെ അങ്ങനെ കെട്ടി പിടിച്ചിങ്ങനെ ഡാക്ടർ ഓഫ് ചെയ്യാൻ പറഞ്ഞു. മറിച്ച് അവള് മറിച്ച് ഒരു 7-10 മിനിറ്റായി. വീണ്ടും പോയി നോക്കണം. അത് എവിടെയെല്ലാം ലൈനാണ് നിൽക്കുന്നത്, ECG ലൈനാണ് നിൽക്കുന്നത്. ജീവൻ കൊണ്ട് നടത്താൻ ലൈനാണ് നിൽക്കുന്നത്, റെഡ് കാണിക്കും. പിന്നെ ഇത് പ്രയോജനമാണ് ഓഫ് ചെയ്യുന്നത്. എല്ലാവരും താഴെ ഇറക്കിയിട്ട് എനിക്ക് കുറച്ച് ദൂരമുണ്ട്. പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിക്ക് ഫസ്റ്റ് കോൾ എൻ്റെ ഫ്രണ്ട് തന്നെ ഫസ്റ്റ് കോൾ വിളിച്ച് ഫ്രണ്ടിൻ്റെ പറയുമ്പോൾ കാഴ്ചപ്പെടും. കാരണം യാത്ര പറഞ്ഞു എൻ്റെ മമ്മിയും ഫ്രണ്ട് വിളിച്ച് ഫസ്റ്റ് കോൾ. കാരണം പിന്നെ ആശ്വാസമായി. പിന്നീട് എല്ലാം ഫോർമുലേഷൻസ് ഡെത്ത് ഡെക്ലറേഷൻ എല്ലാத்தையும் എടുത്ത് ഹാഫ്-ആൻ-അവറിൽ അത് MLA സഭൻ്റെ സഹായം വഴി എല്ലാം റെഡിയാക്കി വീട്ടിൽ പോകുമ്പോൾ തന്നെ ബോഡി കോഫി പെട്ടി, ബോഡിയിലെ പെട്ടി, ഷർട്ട്, മുണ്ട് എല്ലാം മേടിച്ചിട്ട് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞ് നന്നായിട്ട് പൊതിഞ്ഞ് തരാം, ഒന്നും കുളിപ്പിക്കുക വേണ്ട, അച്ഛൻ പോയിട്ട് കുർബാന ചൊല്ലിട്ട് അടയ്ക്കാൻ മതി എന്ന് ഡോക്ടർ പറഞ്ഞു. കൊണ്ടുപോയി അടക്കിട്ട് എൻ്റെ അനിയനെ വന്നു 2 ദിവസം മരണ കുർബാനയ്ക്ക് പങ്കെടുക്കാനുള്ള അവസരവും ദൈവം തന്നു. ഈ സാക്ഷ്യം ബുദ്ധിമുട്ടാണ്, ഈ സാക്ഷ്യം വിഷമമുള്ളതാണ്. പക്ഷേ ഈ കടന്ന് ചെല്ലുമ്പോൾ, ഇതിനെ കടന്ന് ചിന്തിക്കുമ്പോൾ, കടന്ന് വിശ്വസിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ അലിയൻ ഞാൻ പോയി കാണും, കണ്ട് ദിവസം മരിക്കും. ഇതാണ് ഞാൻ നിങ്ങളുടെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചില്ല പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പോയി പ്രാർത്ഥിച്ചു. ഈശോ വിശ്വാസത്തോടെ ചില സമയം നമുക്കത് അപകടമായിരിക്കും, നെഗറ്റീവായിരിക്കും, ജീവൻ പോകും. അത് ജീവൻ വഴിയായിട്ടും ജീവൻ പോകുന്ന വഴിയായിട്ടും കൃപ ഒന്നുമുണ്ട്. അവന്റെ മരണത്തിന്റെ വഴിയായിട്ട് ഒരു കൃപയും ഈ ഹോളി വീക്ക് വിശുദ്ധവാദം അതുവഴിയായിട്ടുള്ള കൃപ എന്റെ മക്കൾക്ക് വേണം. മരണത്തിന്റെ അടിവാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരിക്കുന്ന ആ ബോഡിക്ക് ഒരു കുർബാന ചൊല്ലണം. അവസാനത്തെ കുർബാന, ആദ്യത്തെ കുർബാനയാണ് അവനക്ക്. ജന്മം ഒരു നീതിയാണ്, മരണം ഒരു നീതിയാണ്. അങ്ങ് ഇത് രണ്ടേയും കണ്ടുമുട്ടിയവരാണ് സൂസരാജ്. അപ്പോ ഈശോയ്ക്ക് മുൻപ് നല്ലവനായ ക്രിസ്തുരാജാവേ, നല്ലവനായ ക്രിസ്തുരാജാവേ, എന്റെ അലിയുടെ മരണത്തിന് മുൻപ് ഞാൻ പോയി കാണണം, അവന്റെ അടുത്ത് സംസാരിക്കണം. സംസാരിച്ചു എന്തൊക്കെ ചെയ്ത് ഏതൊക്കെ ചെയ്ത് നോ പ്രോബ്ലം അട്ടോ. അതുதான் വിശ്വാസം. പ്രാർത്ഥനയിൽ മികപ്പെരിയ വലിയ പ്രാർത്ഥന ഏതാണ്? പ്രാർത്ഥനയില വിശ്വാസപ്പെടണം. അവർ ഫാദർ വിശ്വാസപ്പെടണം. അത് തുടക്കം മുതൽ നമ്മളെ പറഞ്ഞിട്ടുണ്ട്. തെറ്റ്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഉത്തരം പ്രാർത്ഥിച്ചു കിട്ടി. അതിനാൽ ഈ സാക്ഷിയും ഈ ഇൻസിഡന്റ്, മരണം, ക്യാൻസറിൽ ഈ ദർശനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയത് പുതിയ ഉത്തരം കിട്ടിയിട്ടുണ്ട്. പ്രാർത്ഥന, the greatest prayer among all the prayers is not creed, our father ഇല്ല, സ്വർഗ്ഗത്തിലെ പിതാവേ അല്ല, ഏകദേശം വിശ്വസിക്കുന്ന ആ പ്രാർത്ഥന അല്ല, സ്വർഗ്ഗത്തിലെ പിതാവേ അല്ല, നന്മ അല്ല, പകരം വിശ്വസി. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നീ ബൈബിൾ വായിക്കൂ. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നീ പള്ളിക്ക് വരും. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നീ കുടുംബ പ്രാർത്ഥന ചൊല്ലും. വിശ്വാസം മാത്രമേ നീ കൊന്ത ചൊല്ലും. വിശ്വാസം മാത്രമേ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ ചൊല്ലും. വിശ്വാസം, the greatest prayer, the great and greatest prayer in the world. വിശ്വസി. ഇപ്പൊ ചിന്തിക്കുക, എല്ലാവരുടെയും ഒരു വലിയ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് വിശ്വാസം. അങ്ങനെയുള്ള വിശ്വാസത്തോട് നന്മ വന്നാലും ശരി, തിന്മ വന്നാലും ശരി, നേരിടാനുള്ള വിശ്വാസത്തോട് ചോദിക്ക്. ഏത് ഘട്ടത്തിൽ വന്നാലും അത് നേരിടാൻ പറ്റും, അത് അനുഭവിക്കാൻ പറ്റും. അങ്ങനെ അനുഭവിക്കാൻ പറ്റി എന്റെ അലിയന്റെ മരണത്തെ. അങ്ങനെ കൃപ
പസ്ക വിശുദ്ധ വാരത്തിന്റെ കൃപയും അനുഭവിക്കാൻ പറ്റി. അവിടെ മരണത്തെ അനുഭവിക്കാൻ പറ്റി, ഇവിടെ കൃപയെ അനുഭവിക്കാൻ പറ്റി. രണ്ടേയും ഒത്തു നോക്കുമ്പോൾ അവിടെ മരണ കുർബാന അതും കൃപ തന്നെ. ഇവിടെ വിശുദ്ധ വാരത്തിന്റെ പെസഹാവ്യാഴം, ദുഃഖ വെള്ളിയാഴ്ച, വലിയ ശനി ഇതും കൃപ തന്നെ. എവിടെയായാലും കുർബാന സെയിം തന്നെ. അവിടെയും കുർബാന വഴിയുള്ള കൃപ, ഇവിടെയും ഈ പാസ്ക സർവീസിന്റെ കൃപ, രണ്ടും നമ്മളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആഴപ്പെടുത്തുന്ന വഴിയായിട്ട് ഏത് സാക്ഷ്യം വന്നാലും അത് നേരിടാനുള്ള ശക്തി വിശ്വാസ വഴി നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ വിശ്വാസ വഴി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും സമർത്ഥമാണ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ ആമേൻ.